കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. അതിന് പിന്നിലെ കാര്യങ്ങൾ പരിശോധിക്കാം. പതിവ് പോലെ അടവു നയങ്ങളുമായി NDAയും കളത്തിൽ സജീവം. എല്ലാ കക്ഷികളും അണിയറയിൽ വിപുലമായ ഒരുക്കങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. വോട്ടറുടെ മനസ്സ് കീഴടക്കുകയാണ് ഇതിൽ പ്രധാനം. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യം UDFനെ നോക്കാം. കേരളം ജയിക്കും, UDF നയിക്കുമെന്നാണ് മുദ്രാവാക്യം. 100 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ 85 സീറ്റുകൾ ഉറപ്പായും നേടും. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ വൻ വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയാണിത്. സുനിൽ കനകോലുവിനെ പോലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലുള്ള സഹായത്താലാണ് UDF അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഇതിനകം 4 സർവേകളാണ് AICCയുടെയും വിവിധ സ്വകാര്യ ഏജൻസികളുടെയും നേതൃത്വത്തിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദമായ കടക്ക് പുറത്തുന്ന പരാമർശം, LDF സർക്കാരിന്റെ അഴിമതികളും ഭരണപരാജയങ്ങളും അക്കമിട്ട് നിരത്തുന്ന കുറ്റപത്രം ജനങ്ങളിലെത്തിക്കാൻ വിവിധ പദ്ധതികൾ. പുതുയുഗ യാത്രയിലൂടെ താഴെത്തട്ടുള്ള പ്രവർത്തകരെ സജ്ജമാക്കി ടീം UDF എന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ. ഇനി ഇടതുപാളയം. പിണറായിയെ മുഖമാക്കിയാണ് LDF ഗോദയിലിറങ്ങിയത്. ടേം വ്യവസ്ഥ മാറ്റിവെച്ച് പരീക്ഷണത്തിന് നിൽക്കാതെയാണ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. MLA മാർക്കുള്ള ജനകീയത വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് വിശ്വാസം. അവസാന ഘട്ടത്തിൽ തിടുക്കപ്പെട്ട് സ്വീകരിച്ച മന്ത്രിസഭാ തീരുമാനങ്ങളിലും LDFന് പ്രതീക്ഷയുണ്ട്. ക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്നാണ് വിശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മുന്നണിയുടെ മുൻപിലുണ്ട്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFനും NDAക്കുമായി വിഭജിക്കപ്പെടുമെന്നും മുന്നണി കണക്കുകൂട്ടുന്നു. ഇതിനിടയിൽ വിമതരാണ് തലവേദന. G സുധാകരൻ ആലപ്പുഴയിൽ പാർട്ടിക്കുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. കണ്ണൂരിൽ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും, ഒറ്റപ്പാലത്ത് PK ശശി, കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി, മലമ്പുഴയിൽ A സുരേഷ് ഉൾപ്പെടെയുള്ളവരെ നേരിടേണ്ടതും വെല്ലുവിളിയാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണന പ്രചാരണ വിഷയമാക്കും. മതനിരപേക്ഷത സംരക്ഷിക്കാൻ LDF മാത്രമേയുള്ളൂ എന്ന വാദമുയർത്തി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കും. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന വികസന തുടർച്ച ഊന്നിപ്പറയുന്ന ഈ മുദ്രാവാക്യവുമായാണ് LDF പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വികസിത കേരളം മോദിക്കൊപ്പമെന്നാണ് NDA വഴി BJP പറയുന്നത്. കേരളത്തിൽ ഭരണത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെ അമിത്ഷായാണ് മിഷൻ 2026 പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ മണ്ഡലത്തിലെയും MLA മാരുടെ പരാജയങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ചാർജ് ഷീറ്റുകൾ തയ്യാറാക്കി വോട്ടർമാരിലേക്ക് എത്തിക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ BJPക്ക് ശക്തമായ സ്വാധീനമുള്ള 50 മണ്ഡലങ്ങളെ A ക്ലാസായി തിരിച്ചാണ് പ്രവർത്തനം. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയാണ്. 2020 പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതാണ് എറണാകുളത്തെ പ്രതീക്ഷ. മുന്നണികളുടെ അജണ്ടകൾ എന്തായാലും പൊതുജന മനസ്സിൽ എന്ത് അജണ്ടയാണുള്ളതെന്ന് കാത്തിരുന്ന് കാണാം.